ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യാത്രകൾ എപ്പോഴും സുന്ദരമാണ്, അത് മനോഹരമാണ്. അത് പുൽക്കൂട്ടിലേക്കാകുമ്പോൾ അത് പുണ്യം നിറഞ്ഞതാകും. പുൽക്കൂട്ടിലേക്കുള്ള പുണ്യയാത്രയിൽ നാം നിരവധി പുണ്യാത്മാക്കളെ പരിചയപ്പെട്ടു. നാം പരിചയപ്പെടാൻ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു പുണ്യാത്മാവാണ് വിശുദ്ധനായ നമ്മുടെ യൗസേപ്പിതാവ്. നമുക്കറിയാവുന്നതുപോലെ യൗസേപ്പിതാവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു നോക്കിയാൽ വളരെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളുമായിരുന്നു. അദ്ദേഹം നടത്തിയ യാത്രയിൽ തടസ്സങ്ങളുണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഈ വെല്ലുവിളികളെല്ലാം അദ്ദേഹം തരണം ചെയ്തത് ദൈവത്തോടുള്ള തൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമായിരുന്നു. പരിശുദ്ധ കന്യകാമറിയം ഒരു ഗർഭിണിയായി യൗസേപ്പിതാവിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം അതിന് വലിയ വെല്ലുവിളികളുണ്ട്. അമ്മയുടെ ശാരീരികാവസ്ഥ എന്നതിനേക്കാൾ ഉപരി യൗസേപ്പിതാവിൻ്റെ മാനസികാവസ്ഥ അത് വലിയ ഒരു വെല്ലുവിളിയാണ്. ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ യാത്ര ചെയ്യുന്നത്, നിനക്ക് എന്തിൻ്റെ സൂക്കേടാണ് എന്നൊക്കെ ഒരു പക്ഷേ സമൂഹം ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരവും നൽകാതെ ഈ ഉത്തരം തമ്പുരാന് മാത്രം നൽകിക്കൊണ്ടാണ് യൗസേപ്പിതാവ് യാത്ര ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ കുറേ യാത്രകൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ വിവാഹം എന്ന കൂദാശ സ്വീകരിച്ച് ഒരു മരണം വരെയുള്ള യാത്ര ആരംഭിക്കുമ്പോഴും അത് അധികം പോലും ഒരു മാസം പോലും നിലനിൽക്കാതെ നീണ്ടു നിൽക്കാതെ അത് ഉപേക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുക. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, ചില വിട്ടുവീഴ്ചകൾ, ചില മനസ്സിലാക്കലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ മാത്രമാണ് എൻ്റെയും നിങ്ങളുടെയും യാത്ര പുണ്യയാത്രയായി മാറുക. ഒരു പക്ഷേ നിൻ്റെ ജീവിത പങ്കാളി, നിൻ്റെ മക്കൾ, നിൻ്റെ മാതാപിതാക്കൾ നിൻ്റെ അത്രത്തോളം വലിയ ആളുകളാകണമെന്നില്ല, നിൻ്റെ അത്രത്തോളം ബുദ്ധി ഉണ്ടാകണമെന്നില്ല, നിന്നെ മനസ്സിലാക്കത്തക്ക രീതിയിൽ ഒരു വളർച്ച അവർക്കുണ്ടാകണമെന്നില്ല. പക്ഷേ തമ്പുരാൻ നിനക്ക് നൽകിയിരിക്കുന്ന കഴിവുകളും അനുഗ്രഹങ്ങളും വെച്ചുകൊണ്ട് അവരെ മനസ്സിലാക്കുവാനും അവരെ സ്നേഹിക്കുവാനൊക്കെ നിനക്ക് സാധിക്കണം. അല്ലെങ്കിൽ നിൻ്റെ യാത്രകൾ, തടസ്സങ്ങൾ എന്നും തുടർന്നുകൊണ്ടേയിരിക്കും. പുണ്യത്തിൻ്റെ ഈ നാളുകളിൽ, ഒരുക്കത്തിൻ്റെ ഈ നല്ല നാളുകളിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അഴകുള്ള ആത്മാവായ ഔസേപ്പിതാവിനെ പോലെ തൻ്റെ യാത്രയിലെ തടസ്സങ്ങൾ ഒരു പുഷ്പം പോലെ അവൻ മാറ്റിയതുപോലെ എൻ്റെയും നിൻ്റെയും ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങളെ മാറ്റുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തിരിച്ചറിവുകളാണ് ചില തിരിച്ചു നടക്കലിന് നമ്മളെ സാധ്യമാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ഒരുക്കങ്ങളിൽ ഒന്ന് മറക്കാതിരിക്കാം. എൻ്റെ കൂടെയുള്ളവനെ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് അവനെ ചേർത്ത് പിടിച്ച് നടക്കുവാനായിട്ട് പരിശ്രമിക്കാം. നമ്മളെ സ്നേഹിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കുവാൻ എളുപ്പമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് മാത്രമാണ്: എന്നെ സ്നേഹിക്കാത്തവരെ, എന്നെ ഇഷ്ടമല്ലാത്തവരെ, അവരെ സ്നേഹിക്കുവാനായിട്ടും അവരെ ചേർത്ത് പിടിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? സമൂഹം എന്ത് പറയുന്നു എന്നതിനേക്കാളും ഉപരിയായിട്ട് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് എൻ്റെ പുണ്യയാത്രയുടെ പടവുകളാണെങ്കിൽ അത് കയറുവാനായിട്ട്, അതിലൂടെ മുന്നോട്ട് പോകുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഉണ്ണീശോയുടെ തിരുനാളിന് ഒരുങ്ങുന്ന ഈ നാളുകളിൽ പരിശുദ്ധ കന്യകാമറിയം, പ്രത്യേകിച്ച് അവൾ ഗർഭിണിയായിരിക്കുന്ന ഈ അവസരത്തിൽ അവളുടെ സ്നേഹവും സ്വർഗീയ മാധ്യസ്ഥവും നമുക്ക് കൂടുതലായിട്ട് യാചിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിന് സ്വർഗീയ മാധ്യസ്ഥം ഉണ്ടാകട്ടെ. ഉണ്ണീശോ സമൃദ്ധമായി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.